അങ്ങനെ ഫൈനൽ ഇയർ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ ജീവിതത്തിന്റെ ഭാരമെല്ലാം തോളിലേറ്റ് എന്റെ തോള് കൂനി പോകുന്ന പേടിച്ചിരിക്കുമ്പോഴാണ് ഈ കോമ്പറ്റീഷൻ വീണ് കിട്ടിയ അവസരം പോലെ വരുന്നത്. പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ എനിക്ക് എന്നൊരു വീക്ക്നസ് ആയതുകൊണ്ട് ഏത് പോക്കേതാണെന്ന് അറിയാതെ കാവിടുള്ളിൽ പോകുന്ന സ്വഭാവം എനിക്ക് പണ്ട് മുതലേ ഉള്ളതുകൊണ്ടും ഇതിനും അതേപോലെ തന്നെ ഞാൻ ചെയ്തു. പിന്നെ ഓക്കെ പറഞ്ഞു ഈ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വന്ന് ചെയ്തത് അബദ്ധമായി പോയെന്ന് കാണുന്നേ. ഒരു ദിവസം വരെ പരിചയത്തിന് മേഖലയായിരുന്നു. പിന്നെ വെച്ച കാല് പുറമോട്ട് വെക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പോകാൻ തന്നെ കരുതി. ഇനി അലങ്കാരങ്ങൾ ഒട്ടുമില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പോകുന്ന കോമ്പറ്റീഷനാണ് ഫാൻസി ഡ്രസ്. ഇനി ഇത് കേട്ടിട്ട് എനിക്ക് തൊലിക്കെട്ടി അപാരമാണെന്ന് പറയുന്നതോടെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ, ഐ ഡോണ്ട് കെയർ. പിന്നെ ഈ കോമ്പറ്റീഷൻ ഞങ്ങളുടെ കോളേജിൽ 2 പേര് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രൈവറ്റ് ബസ്സിലാണ് പോയത്. സൈഡ് സീറ്റിൽ ഇരുന്നോണ്ടായിരിക്കണം. ഇനി അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ കള്ളിയങ്കാട്ട് നീലയായി പോകുന്നവരെ ചിന്തിച്ചു. എമ്മാതിരി കാറ്റല്ലേ അടിക്കണേ. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ദൂരം മാത്രം നടക്കാനുള്ളതാണ്. ഞങ്ങൾ വെച്ച് നടരാജ് മോട്ടോഴ്സിനെ ഞങ്ങൾ വെച്ച് നടക്കാവുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെയിലായിരുന്നു. എന്നാലും വൈറ്റമിൻ ഡി എൻ്റെ ബോഡിക്ക് ഭയങ്കര ആവശ്യമാണ് എന്നെ തന്നെ വിശ്വസിപ്പിച്ച് ഞങ്ങൾ നടന്നു. എന്തായാലും നമ്മൾ സ്ഥലത്ത് പിന്നെ ഇന്നത്തെ ഈ പരിപാടി നടത്തുന്ന റെഡ് ക്രോസ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ബിൽഡിംഗ് വെച്ചായിരുന്നു പരിപാടി കണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ വന്ന ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സുകൾ പേടിച്ചു പോയി. പിന്നെ അവിടെ കയറി ചെന്നപ്പോഴാണ് ഞാൻ വേറെ ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മുടെ ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത്. നോൺ സ്റ്റോപ്പായിട്ട് ഭരതനാട്യം കളിച്ചിട്ട് എന്തായാലും നമുക്ക് ആളെ കാണാനും പറ്റി, സംസാരിക്കാനും പറ്റി, ഫോട്ടോ എടുക്കാനും പറ്റി. ഇനി കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഒരുമിച്ച് കണ്ടിട്ട് പേടി ഒട്ടും എൻ്റെ മുഖത്ത് വരുത്താൻ ഞാൻ നേരെ ക്രീം റൂമിലോട്ട് വിട്ട് ഡ്രസ്സ് മാറാൻ പോയി. പിന്നെ ഞാൻ ഈ വേഷം കിട്ടി കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും കുരു പൊട്ടിന്നിരിക്കും എന്നെ കളിയാക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവരോട് ആദ്യം സ്വന്തം ജീവിതത്തിലെ വേഷം മാറ്റി വെക്കുക, എന്നിട്ട് എന്നെ കളിയാക്കാൻ വായോ. ആൻഡ് ഇത് കാണേണ്ടവർക്ക് കാണും, കൊള്ളേണ്ടവർക്ക് കൊള്ളും. ഇനി നമുക്ക് പറഞ്ഞിരുന്ന സമയം പോകും. നമുക്ക് സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നേരെ 2 പേരും കൂടെ നിന്ന് നല്ലൊരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചു ഇനി നേരെ സ്റ്റേജിലോട്ട്. Youth are the strength of nation. He said, "Give me 100 energetic young men and I shall transform India." ലേശം പേടി ഉണ്ടായിരുന്നെങ്കിൽ സ്പീച്ചൊക്കെ ഞാൻ കറക്റ്റ് എടുത്തിരിക്കുകയാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് എന്തായാലും 3rd കിട്ടി. പിന്നെ അവിടെ തന്നെ ഉച്ചക്കത്തെ ഫുഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഫുഡും കഴിച്ചത്. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ചില ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാം കൂടെ ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെ ആയിരുന്നു. എന്തായാലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് നമ്മൾ 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ച് കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ ചൂട് വളരെ അസഹനീയമായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കരിമ്പ് ജ്യൂസ് കിട്ടിയപ്പോൾ അതിന്റെ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. ചൂടിന്റെ ആഹ്ലാദം കാണാൻ കുടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം പോലും ഞാൻ ഓർത്തത്. പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് കയറി പാടുന്ന ബസ്സും കിട്ടിയിട്ട് രക്ഷപ്പെട്ടു. പിന്നെ ഫ്രണ്ടിലിരുന്ന് ആദ്യം എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലീവ് വന്നതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെ പൂർവാധികം എനർജിയോടെ ഞങ്ങൾ 2 പേരും നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പിന്നെ പോകുന്ന വഴി ഭയങ്കര ചൂടായതുകൊണ്ട് 2 വാട്ടർമെലൺ ജ്യൂസും വാങ്ങിച്ചു കുടിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിട്ടൊരു കുളിയും പാസ്സാക്കി റെസ്റ്റും എടുത്ത് നേരെ എണ്ണീറ്റപ്പോൾ ദാണ്ട് സൺസെറ്റും ആയി. അപ്പോൾ ഓക്കെ, ബൈ.